ഒരൊറ്റ രീതിയിലാകുമ്പോൾ ജനങ്ങൾക്ക് ഭയമല്ലേ ഉണ്ടാവുന്നത്. നമുക്കിപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ കയറി ചെല്ലാൻ നമുക്ക് ഭയം ഉണ്ടാവാന്ന് പറയുമ്പോൾ അവിടെ അകൽച്ച സംഭവിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ ഈ പോലീസ് നയത്തെ പറ്റി നല്ല കാഴ്ചപ്പാടാണ്. എന്താ സ്റ്റേഷനിൽ ഈ മർദ്ദനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ? ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കേസാണ്. പോലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സംരക്ഷണമാണ്. ആ സംരക്ഷണത്തിൽ കൂടുതൽ അവർ ദേഹോദ്രവവും മാനസികമായിട്ടുള്ള പീഡനങ്ങളൊക്കെ ഒരുപാട് നടത്തുന്നുണ്ട്. നമ്മൾ വാർത്തയിലൊക്കെ കാണാനുള്ള, അല്ലാതെ നമുക്ക് നേരിട്ടൊരു അനുഭവമൊന്നുമില്ല. നമ്മൾ ആ രീതിയിലേക്കൊന്നും പോകണില്ല. പിന്നെ ദൈവനിശ്ചയന്മാർ നാളെ എന്താവും എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ജീവിതം എങ്ങനെയാണ് പോകണേന്നുള്ളത് നമ്മളിപ്പോൾ ജോലി എടുക്കണേ, ജീവിക്കണം. പോലീസിനടുത്തോട് ആരാ യോജിക്കുന്നത്? നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഒരാൾക്ക് യോജിക്കാൻ കഴിയില്ലല്ലോ. പോലീസിനെ സമീപിക്കാൻ തന്നെ, ഒരു കാര്യവും പറഞ്ഞ് സമീപിക്കാൻ തന്നെ ഇപ്പോൾ ഭയമാണ്. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെയും പോലീസ് സ്റ്റേഷനിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഭയമാണ്. ഇപ്പോഴും സ്റ്റേഷനിലേക്ക് കയറിച്ചില്ല, എനിക്ക് ഭയമാണ്. ഈ സർക്കാരിന്റെ പോലീസ് നയത്തോട് യോജിക്കുന്നുണ്ടോ? ഇടത് സർക്കാരിന്റെ ഈ പോലീസ് നയത്തോട് എനിക്ക് യോജിപ്പില്ല. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ജനങ്ങൾ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു അനുകൂലമായ ഒരു നിലപാട് ഇതുവരെയും പോലീസ് സ്റ്റേഷനിൽ സ്വീകരിച്ചിട്ടില്ല. അവർ നേരെ മറിച്ച് മറ്റുള്ള രീതികളിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അത് ആഭ്യന്തര മന്ത്രി എന്നുള്ള രീതിയിൽ, നമ്മളെ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ എല്ലാ സ്റ്റേഷനുകളിലും അതിർത്തികളിലും കൃത്യമായ നിലപാടുകൾ ആ പോലീസ് മേധാവികൾക്ക് കൊടുക്കുകയും അതിൻ്റെതായ രീതികളിൽ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പോലീസിൻ്റെ പ്രതിച്ഛായ നന്നാക്കി എടുക്കാൻ പറ്റും. ജനങ്ങളോട് കൂടി കഴിഞ്ഞു പോകാൻ പോലീസിന് സാധിക്കണം. പോലീസ് നയത്തോട് യോജിക്കുന്നുണ്ടോ? അത് വളരെ ഒരു എന്താ പറയുക, ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു രീതിയിലേക്ക് പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ജനങ്ങളായിട്ട് നല്ലൊരു മൈത്രി ഭാവത്തിൽ പോവേണ്ട ആൾക്കാരാണ്. പക്ഷേ അത് ഇങ്ങനെ ഒരു വേറിട്ട രീതിയിലാകുമ്പോൾ ജനങ്ങൾക്ക് ഭയമല്ലേ ഉണ്ടാവുന്നത്. നമുക്കിപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ കയറി ചെല്ലാൻ നമുക്ക് ഭയം ഉണ്ടാവാന്ന് പറയുമ്പോൾ അവിടെ അകൽച്ച സംഭവിക്കുകയാണ്. അപ്പോൾ അതൊരു ശരിയായൊരു ഇതല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഒറ്റപ്പെട്ട ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് വിലയിരുത്താനും പറ്റില്ല, നല്ല ആൾക്കാരും ഉണ്ട്. ഇടതുപക്ഷത്തിന്റെ ഈ പോലീസ് നയത്തെ പറ്റി നല്ല കാഴ്ചപ്പാടാണ്. എന്താ സ്റ്റേഷനിൽ ഈ മർദ്ദനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ? സർക്കാരിന്റെ ഈ പോലീസ് നയത്തോട് യോജിക്കുന്നുണ്ടോ? നമുക്ക് യോജിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയൊക്കെ ഒരേ ഇത് കാണുമ്പോൾ നമ്മളെങ്ങനെ അതിലൊക്കെ യോജിക്കുന്നത്? സ്റ്റേഷന്റെ മർദ്ദനങ്ങളൊക്കെ നടക്കുന്നു, ഇതിനോട് യോജിപ്പുണ്ടോ? എങ്ങനെയാണ് യോജിക്കുന്നത്? ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കേസാണ്. പോലീസ് നയം ഈ സർക്കാരിന്റെ ഇടത് സർക്കാരിന്റെ പോലീസ് നയത്തോട് യോജിക്കുന്നില്ല. യോജിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ ഈ പ്രവർത്തനങ്ങളും ഈ വളർന്ന വാർത്തകളൊക്കെ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഇതിനകത്ത് സഹകരിച്ച് പോകാൻ പറ്റാത്തൊരു പ്രവർത്തനമല്ലേ. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആണുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ഇറങ്ങുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഇതാണ് പോലീസുകാരുടെ പ്രതികരണം എന്നുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റുമോ? പോലീസ് നയം ഇത്തിരി പോരായ്മ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയുടെ ഒരു ബലം വെച്ചുകൊണ്ട് അവർ ഒരുപാട് രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട്. നല്ലത് ചെയ്യണില്ല എന്നല്ല, നല്ലതും ചെയ്യുന്നുണ്ട്. പോലീസ് സേന നല്ലതും ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ച് ആൾക്കാർ അതിന് നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പോലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സംരക്ഷണമാണ്. ആ സംരക്ഷണത്തിൽ കൂടുതൽ അവർ ദേഹോദ്രവവും മാനസികമായിട്ടുള്ള പീഡനങ്ങളൊക്കെ ഒരുപാട് നടത്തുന്നുണ്ട്. നമ്മൾ വാർത്തയിലൊക്കെ കാണാനുള്ള, അല്ലാതെ നമുക്ക് നേരിട്ടൊരു അനുഭവമൊന്നുമില്ല. നമ്മൾ ആ രീതിയിലേക്കൊന്നും പോകണില്ല. പിന്നെ ദൈവനിശ്ചയന്മാർ നാളെ എന്താവും എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ജീവിതം എങ്ങനെയാണ് പോകണേന്നുള്ളത് നമ്മളിപ്പോൾ ജോലി എടുക്കണേ, ജീവിക്കണം. പോലീസ് നയത്തോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള ആ ഒരു പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ നടക്കണില്ല, കാര്യങ്ങൾ ചെയ്യണമില്ല. അപ്പം അതിൻ്റെ പേരിൽ നമുക്ക് അത് നമ്മൾ പേപ്പറിൽ വായിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. പോലീസ് നയത്തോട് യോജിക്കുന്നുണ്ട്. പോലീസിനടുത്തോട് ആരാ യോജിക്കുന്നത്? നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഒരാൾക്ക് യോജിക്കാൻ കഴിയില്ലല്ലോ. കാരണം നിരപരാധികളെ വെറുതെ തല്ലിച്ചതക്കല്ലേ. അതുകൊണ്ടാണ്. അല്ല, ഇതിനു മുമ്പ് അങ്ങനെ ഇതിനു മുമ്പ് അങ്ങനെ ഒരു ഗവൺമെൻറ് പോലീസ് ക്രൂരമായി മർദ്ദിക്കാൻ പലപ്പോഴും ഉണ്ടാവും. കാരണം പോലീസ് സമൂഹത്തിൻ്റെ ഈ ഭരണകൂടത്തിൻ്റെ ഒരു മർദ്ദനോപകരണമാണ്. പക്ഷേ അത് തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കാനും അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്നൊരു ധാരണ പോലീസിനില്ല. അതാണ് എൻ്റെ പ്രശ്നം. അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ്, കാരണം ഇത് ഗവൺമെൻറ് പറഞ്ഞിട്ട് ചെയ്യണമെന്നല്ലല്ലോ പല കാര്യങ്ങളും. പക്ഷേ തെറ്റാണ് ചെയ്തതെങ്കിൽ തെറ്റ് തിരുത്താനുള്ള അവസരങ്ങളോ അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കാനുള്ള നടപടികളോ ഈ രാജ്യത്തില്ല. അതാണ് പ്രശ്നം. യോജിക്കുന്നുണ്ട്? ഇല്ല, യോജിക്കുന്നില്ല പോലീസ് നയം. പക്ഷെ അത് എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാവണമെന്നില്ല. പോലീസ് മന്ത്രി മുഖ്യമന്ത്രിയാണല്ലോ, അദ്ദേഹം അറിഞ്ഞിട്ടാവണമെന്നില്ല. പക്ഷേ പലരും ഇപ്പോൾ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം താങ്കൾക്കെതിരായിട്ടാണെങ്കിൽ ഒരുപക്ഷെ താങ്കളത് അറിയണമെന്നില്ല.
അപ്പോൾ പല പോലീസുകാരും ചെയ്യുന്ന നടപടികൾ ശരിയല്ല. അത് അത് പിന്നെ നല്ല രീതിയിൽ അത് നിയന്ത്രിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഭരണ നേതാക്കൾക്കുണ്ട്. പോലീസ് നയത്തോട് എന്താണ്? അത് തീർത്തും ഞാൻ വിയോജിക്കുകയാണ്. അതൊരിക്കലും അങ്ങനെ പാടില്ല. അതായത് പോലീസിനെ കുറിച്ചുള്ള, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ജനസമ്മതിക്ക് വളരെ കളങ്കം കേൾക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയാൽ ഉടനെ തന്നെ മർദ്ദനം തുടങ്ങുകയല്ലേ. ചോദ്യവുമില്ല, വിചാരണയില്ല, ഒന്നുമില്ല. അപ്പോൾ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അല്ല. നമുക്ക് ഒരു നീതിയോ ഒരു പരിഗണനയോ ലഭിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അർഹമായ ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരും, ഉചിതമെന്ന് തോന്നണ ഒരു തീരുമാനം ഉണ്ടാക്കി തരുമെന്നുള്ള ഒരു ഉറപ്പും വേണ്ട. ഒരു ഉറപ്പില്ല. പോലീസിനോടുള്ള ആ മനുഷ്യരുടെ ആ ഒരു എന്താണ് ജനസമ്മതി കളഞ്ഞു കുളിക്കുന്ന ഒരു സ്വഭാവമാണ്. അത് ശരിക്കും കാണിക്കുകയല്ലേ, മീഡിയകളിലൊക്കെ കാണിക്കുകയല്ലേ. എന്തോ ഒരു ജനകോടികളല്ലേ ഇത് കാണുന്നത്. അപ്പോൾ എന്തായാലും അത് വളരെ വളരെ ശോചനീയമായൊരു അവസ്ഥയായിട്ടാണ് എനിക്ക് കാണുന്നത്. മനുഷ്യരൊക്കെ പോലീസിനെ സമീപിക്കാൻ തന്നെ, ഒരു കാര്യം പറഞ്ഞ് സമീപിക്കാൻ തന്നെ ഇപ്പോൾ ഭയമാണ്. എങ്ങനെയായിരിക്കും തിരിച്ചു വരിക എന്ന് അറിയില്ലല്ലോ. അത് എതിരാണ് എന്ന് പറയാൻ കാരണം വെറുതെ നിരപരാധികളൊക്കെ തള്ളിക്കൊള്ളാനല്ലേ. പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാവുന്ന സംഗതികളല്ലേ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. ഇങ്ങനെ സ്റ്റേഷനിലൊക്കെ ഇതേമാതിരി തന്നെ ആളെ ഇടിക്കുക പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല. പഴയ കാലത്തൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ചുറ്റുപാടിൽ ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നടത്താനും പാടില്ല, സമ്മതിക്കില്ല ആൾക്കാർ. ഇപ്പോൾ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി സംഗതിയൊക്കെ മാറി. പണ്ടത്തെ മാതിരി ഒരു കളികളും ഇനി പോലീസ് സ്റ്റേഷനിലും അവർക്ക് നടത്താൻ പറ്റില്ല. ഇപ്പോൾ ലോക്കപ്പ് മർദ്ദനം അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. അവർ തന്നെ പറയുന്നുണ്ട് ലോക്കപ്പ് മർദ്ദനമൊന്നും അനുവദനീയമല്ല എന്ന്, CPM-ൻ്റെ അജണ്ട അല്ല എന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ പോലീസുകാർ മാറുന്നില്ല. പോലീസുകാരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പോലീസുകാരെന്ന് പറഞ്ഞാൽ പോലീസിനെ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് വെറുതെ ഇരിക്കുമോ? പോലീസ് ഇല്ലെങ്കിൽ ഇപ്പം 3.5 കോടി ജനങ്ങളാണ്. ഈ ആകെ 37,000 പോലീസുണ്ട്. പോലീസിന് എല്ലാവരും പേടിയുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പോലീസ് ഒരു ദിവസം ഒന്ന് സമരം കൊടുക്കട്ടെ. ഇവിടെ എന്താണ് നടക്കുന്നത് അറിയുമോ? പോലീസിൻ്റെ തന്നെ അവർ നടപടി അത് കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്യും. ഇന്നുവരെ ഒരു തർക്കമില്ല. അത് ചില ആളിൽ അങ്ങോട്ട് വീണ്ടും ചിലപ്പോൾ കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. കുറേ നല്ല ആളുകളും ചീത്ത ആളുകളും ഉണ്ട്. പോലീസിൽ തന്നെ ഉണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, ഒക്കെ ഉണ്ട്. നല്ലത് നല്ല തന്നെ. പോലീസ് നയത്തോട് യോജിക്കേണ്ടതെന്ന് വെച്ചാൽ എനിക്കതൊന്നും പറയാൻ പറ്റില്ല. കാരണം പോലീസ് പല രീതിയിലുള്ള പോലീസുണ്ട്. ട്രാഫിക് പോലീസ്, ഹൈവേ പോലീസ്, സാധാരണ പോലീസ്, SI, അതിൻ്റെ പിന്നെ DGP, അങ്ങനെ പല IPS, അങ്ങനെ പലതുണ്ട്. നമ്മളതിനുള്ള ഇതൊന്നും ഇട്ടില്ല. ഞാനൊരവിടെ സതീശൻ സാറിൻ്റെ അടുത്ത് ചെന്ന് പോലീസിൻ്റെ ജോലി ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ അസംബ്ലി കഴിഞ്ഞ് പറ്റിയത് പറഞ്ഞു ആൾ. ഹൈവേ പോലീസിലൊക്കെ ചോദിച്ചത്. പിന്നെ ആൾ തിരക്കുള്ളതായ കാരണം ഞാൻ പോയില്ല. അങ്ങോട്ട് ഓഫീസിലേക്ക് പോയില്ല, സതീശൻ്റെ ഓഫീസിലേക്ക് പോയില്ല. അപ്പം അൻസാരി പറഞ്ഞു ജോലി മേടിച്ചു തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് കിട്ടുന്ന കാശോട്ട് കുടുംബം കഷ്ടിച്ച് ജീവിക്കാനേ പറ്റുള്ളൂ. 9,000 രൂപ എനിക്ക് ഇവിടെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ അൻസാരിയോട് പറഞ്ഞപ്പോൾ 10,000 ജോലി എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ചെന്ന് നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറയാമെന്ന് പറഞ്ഞു. ഇതേവരെ പറഞ്ഞിട്ടില്ല, വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ല. സതീശൻ്റെ വിളിച്ചില്ല, വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല. പോലീസ് നയത്തോട് എങ്ങനെയാണ് യോജിക്കുന്നത്? പോലീസ് ഇപ്പോഴത്തെ പേപ്പറിലൊക്കെ പല ഇതും ഇപ്പോൾ ശാന്തിനൊക്കെ തല്ലിയതും അതൊക്കെ വെറുതെ ഇതല്ല, മോശമല്ലേ. പിന്നെ അവർ ഇതിനോട് ഹാൻഡിൽ ചെയ്യുന്ന അവരുടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അവർ അതിനോട് യോജിച്ചു പോകണം. ഇതിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടായിട്ടും അവർ ഇതുവരെയായിട്ടും ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴല്ലേ ഈ അടുത്തല്ലേ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ വന്നത്. ഈ സ്നേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രത്യേകിച്ച് ഗവൺമെൻറ്റിന് അച്ചടക്ക നടപടി എടുക്കുക എന്നല്ലാതെ എല്ലാ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുകളിൽ നിന്നും വീഴ്ചയുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി തന്നെ പല കേസിൽ ഇടപെട്ടുണ്ട്. ഒരു പ്രതിയുടെ വീട് അവർ പോലീസ് പൊളിച്ചു കളയും. അത് എവിടെ നടക്കുന്നത്? UP നടക്കുന്നത്. അത് പോലീസ് അങ്ങനെ ഇടപെടരുതെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി ഇടപെടേണ്ടതായിട്ടുണ്ട്. പ്രതിയുടെ വീട് പൊളിച്ചു കളയും പ്രതിയാണെന്ന് പറഞ്ഞാൽ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇത് ഗവൺമെൻറ്റിന് യാതൊരു പങ്കുമില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ജോലി എന്ന് വെച്ചാൽ ഇത്തരം ആളുകൾക്ക് ശക്തമായ നടപടികൾ എടുക്കണം.
നടപടികളെടുക്കണം. കാരണം അവരെ പിരിച്ചുവിടാനും ഉൾപ്പെടെയുള്ള നടപടികളെടുത്ത് ന്യായമായ ഒരു നിയമ നടപടികളിലൂടെ അത് മുന്നോട്ട് പോകണം. അത് മുഖ്യമന്ത്രി അറിയില്ലേ ലോകത്തിലെ ഇവിടെ എത്ര പോലീസുണ്ട്, എവിടെയൊക്കെ ഏതൊക്കെ സ്റ്റേഷനിലേക്ക്. ഇത് ഇവിടെ മാത്രമല്ല, സ്വാതന്ത്ര്യത്തിന് മുമ്പേയും പോലീസ് ഇടപെടുന്നുണ്ട്. ഈ മുഖ്യമന്ത്രി തന്നെ പോലീസ് പീഡനത്തിന് ഇടയായിട്ടുള്ള ആളാണ്. AK ഗോപാലനായാലും അച്യുതാനന്ദനായാലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ ഒത്തിരി പേര് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട സംഗതി അതല്ല, ഈ പോലീസ് കൊലപ്പെടുന്ന പ്രതികളെ രക്ഷപ്പെടുത്താനായിട്ട് മെഷീനറി അവിടെയാണ് പ്രധാനപ്പെട്ടത്. പോലീസ് മർദ്ദനത്തിന് ഇരയായിട്ടുള്ളവരുടെ കേസുകൾ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വെറുതെ വിട്ടു. രാജൻ്റെ കേസിനകത്ത് അന്ന് തമിഴ്നാട്ടിലുള്ള സെഷൻ കോടതി വെറുതെ വിട്ടു. അതിൻ്റെ ഉത്തരവാദിത്വം അത് ഗവൺമെൻറ്റിന് മോശമാണ്. ഗവൺമെൻറ്റിൻ്റെ ആളുകൾ തന്നെ ഒരാളെ കൊന്നിട്ട് അവർ തന്നെ അന്വേഷിക്കുന്ന സമ്പ്രദായത്തിൽ വലിയ വീഴ്ച വരുന്നത് അത് മനുഷ്യാവകാശ ലംഘനമാണ്. അതാണ് ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം. ഇപ്പോൾ അയാൾ ഇത് ഉരുട്ടിക്കൊലപാതകം നടത്തിയില്ല എന്ന് കേസില്ല, നടന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത് അന്വേഷണം നടത്തി അതിൻ്റെ യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കാനുള്ള ജോലി കോടതിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വാളയാർ കേസ്, ബെസ്റ്റ് ബേക്കറി കേസ്, ഇങ്ങനെയുള്ള കേസുകൾക്കൊക്കെ സുപ്രീം കോടതി രണ്ടാമത് അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി വീണ്ടും വിചാരം നടത്തി ശിക്ഷിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ കേസുകളിൽ വളരെ ശ്രദ്ധിക്കണം. അത് വളരെ നിയമത്തിൻ്റെ വലിയ വീഴ്ചയാണ്. കാരണം അവരുടെ കസ്റ്റഡിയിലുള്ള നിയമം ഒരു പോലീസുകാരനിൽ അമർദ്ദനേറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? പോലീസ് തന്നെ. ആ പോലീസ് തന്നെ കേസ് അന്വേഷിക്കുന്നത്. ആ പോലീസിന് വെറുതെ വിട്ടുപോകുന്ന വെച്ചാൽ നിയമത്തിൻ്റെ ഗൗരവമായ ലംഘനമാണ്. ഈ ഇടത് സർക്കാരിൻ്റെ പോലീസ് നയത്തോട് എങ്ങനെ യോജിക്കുന്നുണ്ടോ? ഇല്ല, യോജിക്കുന്നില്ല. എന്താണ് പറയാനുള്ളത്? ഇവിടെ ഇപ്പം ഈ അടുത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ, ലോക്കപ്പ് മർദ്ദനം, അങ്ങനെ പ്രശ്നങ്ങൾ. അതിനോട് യോജിക്കുന്നില്ല. അയ്യോ മഹാമോശം പോലീസ്. മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. സാധാരണക്കാരന് ഒരു പരാതിയായിട്ട് അവിടെ ചില സുപ്രീം കോടതിയുടെ ഉത്തരവുള്ളതല്ലേ ഇത് പാടില്ല എന്നുള്ളത്. അത് ഇവർ പാലിക്കുന്നുണ്ടോ? ഇവരുടെ സൗകര്യാർത്ഥം അനുസരിച്ച് നിരപരാധികളെയും തല്ലും. മറ്റേ നിയമമൊന്നും ഒരു ഇതില്ല. ക്യാമറ ഓഫ് ചെയ്ത് ഉള്ള ഇടിമുറിയൊക്കെ ഉണ്ടെന്നൊക്കെ പറയണേ. നമുക്കറിയില്ല, ക്യാമറ ഇല്ലാത്ത ഇടിമുറി ഉണ്ടെന്നൊക്കെ പറയണത്. പോലീസ് വലിയ കുഴപ്പമില്ല. കാരണം ചില സ്ഥലത്തൊക്കെ ഓരോ കംപ്ലൈൻറ്റ് വരുള്ളൂ. ഇങ്ങനെ എന്നാലും നമ്മൊരു പ്രശ്നം വന്നാലും നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് പോലീസിനെയാണ്. അവർക്ക് നമുക്കൊരു സഹായം വേണമെന്നുണ്ടെങ്കിൽ പോലീസിനെ അന്വേഷിക്കണം. ചില സ്ഥലത്ത് ഇങ്ങനെ നടന്നു വെച്ചാൽ അവരെ എല്ലാം കൊണ്ടും അവരെ കുറ്റം പറയേണ്ട ആവശ്യമില്ലെന്ന് എൻ്റെ ഒരു അഭിപ്രായം. പോലീസ് നയം ഒന്നും കൂടിയൊക്കെ മാറേണ്ടതാണ്. ഒരു രാഷ്ട്രീയക്കാരോട് എന്താ പറയുക, ഒരു ബ്രൂട്ടലായിട്ടുള്ളൊരു രീതിയിലാണ് പെരുമാറുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെല്ലാം ഒഴിവാക്കിയിട്ട് ഒന്നും കൂടി നല്ല രീതിയിൽ പോലീസുകാർക്ക് പ്രവർത്തിക്കാം. കാരണം ജനങ്ങൾക്ക് പേടിയില്ലാണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടാകും. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെയും പോലീസ് സ്റ്റേഷനിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഭയമാണ്. ഇപ്പോഴും സ്റ്റേഷനിലേക്ക് കയറി ചെല്ലാൻ എനിക്ക് ഭയമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഒരു ഫ്രീ ആയിട്ട് കയറി ചെല്ലാൻ എന്തോ ഒരു ഭയം. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത് മാറണം. യോജിപ്പില്ല. അത് തുടക്കം മുതലേ പോലീസ് നയം ശരിയല്ല എന്നുള്ളതാണ്. അതായത് ആദ്യം ഒന്നാം പിണറായി സർക്കാർ മുതൽ നമ്മുടെ വരാപ്പുഴയിലുണ്ടായ സംഭവം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പോലീസ് നയം ശരിയല്ല. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ആഭ്യന്തരമന്ത്രി പോലീസിനെ നിയന്ത്രിക്കുന്നില്ല. എന്തായാലും ആഭ്യന്തരമന്ത്രി വന്നിട്ട് പറയും ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് ഈ പോലീസാണെന്ന് പറയും. അത് പോലീസിൻ്റെ പ്രശംസയായല്ലേ മാറുക അല്ലേ? അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ പോലീസ് വീണ്ടും ഇത് തന്നെയല്ലേ ചെയ്യുക. ഇപ്പോൾ പോലീസിൻ്റെ കാര്യത്തിൽ നിയന്ത്രണമില്ല. ഒരു പ്രശ്നമുണ്ട്. പോലീസിന് തോന്നിയാസം കാണിക്കാവുന്നൊരവസ്ഥ നിലവിലുണ്ട്. അത് യോജിക്കുന്നുണ്ടോ പോലീസ് നയത്തോട്? ഇല്ല, യോജിക്കണില്ല. പോലീസിൻ്റെ ഒരു ഭയങ്കര ഇതൊക്കെയാണ്. അത് ബുദ്ധിമുട്ട്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു വ്യക്തിനെ കൊണ്ടുപോയിട്ട് അങ്ങനെ തല്ലിയ ഒരു കാരണമില്ലാണ്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അതൊക്കെ മോശമായ പ്രവൃത്തി തന്നെയാണ്. അതിനൊക്കെ എല്ലാവരും VD സതീശനും ഇവരൊക്കെ എതിര് പറയണമെന്ന്, ഇങ്ങനെ അതിനകത്ത് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഇതാണ്. പോലീസ് ഭരണത്തിൻ്റെ താല്പര്യക്കുറവെന്ന് വെച്ചാൽ ഈ പോലീസിൻ്റെ കുറച്ച് തെറ്റുകളുണ്ട്. നമ്മളില്ലെന്നല്ല പറയണം. കാരണം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നീതി കിട്ടണം. തെറ്റ് ശരി നോക്കിയിട്ടുള്ളൊരു നല്ല നടപടികൾ എടുക്കണം. അതിപ്പോൾ ഈ പിണറായി സർക്കാരിൻ്റെ എല്ലാം അതിക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഇതൊക്കെ. അതിനകത്ത് നമ്മൾ ഇത് പോലീസിൻ്റെ ഒരു രണ്ടുപേരും ഞങ്ങൾ കുറ്റം പറയണില്ലായിരുന്നു. കാരണം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഇതുപോലെ മർദ്ദനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പിണറായിയുടെ സർക്കാരിൻ്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പിണറായിനെ മാത്രം ആഭ്യന്തര വകുപ്പിനെ മാത്രം കുറ്റം പറയില്ല. കാരണം ഇത് എല്ലാം മാറി മാറി വരുന്ന സർക്കാരുകളുടെ കാലത്തും പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അതിന് ആ പോലീസുകാരെയൊക്കെ പിരിച്ചുവിടാനുള്ള ചങ്കൂറ്റം ഉണ്ടായിരിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. പക്ഷേ ആ പോലീസുകാരെ പിരിച്ചുവിടാൻ പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പുറത്ത് പറയാനേ പറ്റുള്ളൂ.
ഈ പിരിച്ചുവിടണമെന്ന് പറയുന്ന ആൾക്കാർ അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിച്ചിട്ട് വേണം പറയാനും കൂടി. വലിയ താല്പര്യമില്ല. ആദ്യം താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വലിയ ഈ ന്യൂസുകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ മാനസികമായിട്ട് അവരെ കാണുമ്പോൾ ഒരു വലിയൊരു സന്തോഷക്കുറവുണ്ട്. നേരത്തെ നമുക്ക് വലിയ ഇഷ്ടമാണ്, ഭയങ്കര താല്പര്യമാണ്. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ അപ്പുറത്തെ ജ്വല്ലറിയിൽ നിന്ന് ഒരു മാല പോയിട്ട് ഒരു നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അത് കണ്ടുപിടിച്ച് ഒരുപാട് ബുദ്ധിമുട്ടി. ഞങ്ങളുടെ കടയിൽ കയറി ഇറങ്ങി അദ്ദേഹം അത് കണ്ടുപിടിച്ചു നേരായി കൊടുത്തു. അതും നല്ലൊരു പോലീസുകാരനല്ലേ, നല്ല ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷെ അതിനകത്ത് ഇങ്ങനത്തെ പുഴുക്കുത്തുകളും വരും. അതും അങ്ങനെ വരുമ്പോൾ ഈ നല്ല ഉദ്യോഗസ്ഥന്മാർക്ക് പേരുദോഷം തന്നെ. ഒരുപാട് നല്ലവരുണ്ട്. അത് ഇങ്ങനെയുള്ള വൃത്തിയായിട്ട് വരുമ്പോൾ പോയില്ലേ പരിപാടി. അടുത്ത പ്രാവശ്യം UDF സർക്കാർ വരുമോ LDF സർക്കാർ വരുമോ? ഒരു 70% UDF ചാൻസ് കിടപ്പുണ്ട്. കാരണം നല്ലൊരു നിലപാട് ഇപ്പോഴത്തെ LDF സർക്കാർ എടുക്കണില്ല. ജനങ്ങൾക്കൊരു സംതൃപ്തി വേണ്ടേ. ഒരു കാര്യം വരും നമ്മൾ ചെന്ന് പറയുമ്പോൾ അത് നടത്തി തന്നും അതിന് നേരമില്ല അവർക്ക്. അതല്ലേ ഏറ്റവും വലിയ കാര്യം. ഒരു കാര്യം ആലോചിച്ച് പഠിച്ച് ചെയ്യണില്ല. ശൈലജ ടീച്ചർക്ക് എന്ത് നല്ല വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, ആരോഗ്യമന്ത്രിയായിരുന്നു ഇല്ലേ? ഇപ്പോൾ കണ്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് നടപടി എടുക്കണില്ല. ഇപ്പം മറ്റേ അദ്ദേഹത്തിന് ആ ഡോക്ടറിനെ എന്തോരം വേദനിപ്പിച്ച് ജനം മുഴുവൻ, കോഴിക്കോട് ആ ജനം മുഴുവൻ ആ ഡോക്ടറിൻ്റെ കൂടെ ആയില്ലേ. അദ്ദേഹത്തിനൊക്കെ സസ്പെൻഡ് ചെയ്തെങ്കിൽ എന്തായിരിക്കും സംഭവം? കാലത്ത് 7 മണി തുടങ്ങി രാത്രി 9 വരെയും ഹീറോ ഹോണ്ടയ്ക്ക് വന്ന് സർവീസ് ചെയ്ത് പോകുന്ന ഡോക്ടറാണത്. ഒന്ന് ആലോചിച്ച് നോക്കി. സാധാരണക്കാർ നമ്മളെപ്പോഴത്തെ ആളുകൾക്ക് ഒരു ആശ്രയമല്ലേ. ഇപ്പം ഗവൺമെൻറ് ആശ്രയിച്ച് ചെന്നാൽ വല്ലതും ഉണ്ടാ ഒക്കെ ധാർഷ്ട്യവും ദേഷ്യവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.